നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹനുമാൻ ജയന്തി. നമുക്കെല്ലാവർക്കും അറിയാം, ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും ഇല്ലാതാക്കി തരും. നമുക്ക് മനോധൈര്യവും ആത്മധൈര്യവും അതുപോലെ തന്നെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് വ്രതമനുഷ്ഠിച്ച് വഴിപാട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. വ്രതമനുഷ്ഠിക്കാതെ വഴിപാടുകൾ മാത്രം ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തി വരുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ ചിലർ ചോദിക്കും, ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനവും നടത്താൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ വ്രതവോ അല്ലെങ്കിൽ വഴിപാടുകളോ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഏത് നാമമാണ് ഭഗവാന്റെ ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്നവർക്കായി ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്നു രാത്രി 12 മണിക്കുള്ളിൽ ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഭഗവാന്റെ ഈ നാമം ചൊല്ലാവുന്നതാണ്. ഹനുമാൻ സ്വാമിക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. മാരുതൻ, മാരുതി, അതുപോലെ തന്നെ ആഞ്ജനേയർ സ്വാമി, സങ്കടമോചനൻ, വായുപുത്രൻ, രാമദൂതൻ, രാമപ്രിയൻ, രാമഭക്തൻ എന്നിങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ഇതിനോടൊപ്പം വരുന്ന ഒരു പേരാണ് ബജ്രംഗ് ബലി എന്നുള്ള പേര്. ഹനുമാൻ സ്വാമിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദേവാദി ദേവന്മാർ എല്ലാവരും ചൊരിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും ബ്രഹ്മ ഭഗവാൻ ബ്രഹ്മാസ്ത്രം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇന്ദ്രഭഗവാന്റെ വജ്രായുധ മുഖാന്തരം ഭഗവാന്റെ താടിയിൽ ആ ഒരു അടി കിട്ടിയതു കാരണമാണല്ലോ വായു ഭഗവാൻ തൻ്റെ പുത്രനായ ഹനുമാൻ സ്വാമിക്ക് വേണ്ടി കാറ്റിൻ്റെ വേഗത കുറയ്ക്കുകയും അത് മുഖാന്തരം വായു ഭഗവാനെ ശാന്തപ്പെടുത്തുവാനായി ദേവാദി ദേവന്മാരെല്ലാവരും തന്നെ ഹനുമാൻ സ്വാമിക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് കിട്ടിയ ഒരു നാമമാണ് ബജ്രംഗ് ബലി എന്നുള്ളത്. വജ്രത്തെ പോലെ തിളങ്ങുന്നതും അതുപോലെ തന്നെ ബലശാലിയുമായ ഹനുമാൻ സ്വാമിക്ക് ഈ പേര് കൊടുത്തത് ഇന്ദ്രഭഗവാനാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഇന്ന് സമയം കിട്ടുമ്പോഴെല്ലാം ബജ്രംഗ് ബലി, ബജ്രംഗ് ബലി, ബജ്രംഗ് ബലി എന്നുള്ള ആ നാമം ഉച്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം തന്നെ തവിടുപൊടിയാക്കുവാൻ സാധിക്കും. ഇന്നു മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് മുഖാന്തരം മത്സര പരീക്ഷകളിൽ വിജയം നേടുവാനും ജീവിതത്തിലെ തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടുവാനും അതുപോലെ തന്നെ ശത്രുദോഷമുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മോചനം നേടുവാനും മാത്രമല്ല, നമ്മൾ അനുഭവിക്കുന്ന തൊഴിൽ തടസ്സങ്ങൾ മുതൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ, ആരോഗ്യ തടസ്സങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം പൂർണ്ണമായും മോചനം നേടുവാനും സഹായിക്കുന്ന ഒരു അത്ഭുത ഹനുമാൻ സ്വാമിയുടെ നാമത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. സാധാരണ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ബലശാലിയും അതുപോലെ തന്നെ ധൈര്യശാലിയുമായും ഹനുമാൻ സ്വാമിയെ നമുക്ക് തോന്നുമെങ്കിലും ഭക്തജനങ്ങളുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭഗവാൻ കൂടിയാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. വളരെ ഇളകിയ ഒരു ചെറിയ കുഞ്ഞിൻ്റെ മനസ്സോടുകൂടിയുള്ള ഭഗവാനോട് നമ്മൾ ഏതൊരു കാര്യങ്ങൾ അപേക്ഷിച്ചാലും അത് ശരിയായ രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ തന്നനുഗ്രഹിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷകളിൽ പോവുകയാണ്, നമുക്ക് മനസ്സിന് ഒരു ദൃഢതയില്ല, മനസ്സിൽ എപ്പോഴും ഒരു പേടിയാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ട ദൈവം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയെ തന്നെയാണ്. ചിലർ ചോദിക്കും, ഹനുമാൻ സ്വാമിയെ നമ്മൾ വഴിപാടുകൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ദാമ്പത്യ ജീവിതം ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ എന്ന്. നമ്മൾ സാധാരണ പ്രാർത്ഥിച്ചു വന്നാലോ അല്ലെങ്കിൽ നമ്മൾ വഴിപാടുകൾ ചെയ്തു വന്നാലോ അല്ലെങ്കിൽ ഒരു നാമമോ മന്ത്രമോ ജപിക്കുന്നത് മുഖാന്തരമോ നമുക്ക് കുടുംബജീവിതം ഉപേക്ഷിക്കണമെന്ന് ആരും തന്നെ പറയുന്നില്ല. മറിച്ച് ഉപാസനയെല്ലാം എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെയെല്ലാം ചെയ്യേണ്ടത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ യാതൊരുവിധ ഭയവും ആവശ്യമില്ല. കാരണം ഹനുമാൻ സ്വാമി ഏറ്റവും വലിയ രാമഭക്തനാണ്. രാമഭക്തൻ എന്ന് പറയുമ്പോൾ രാമഭഗവാനെയും സീതാദേവിയും ലക്ഷ്മണനെയും വഴിപാട് ചെയ്തു വരുന്ന ഹനുമാൻ സ്വാമിക്ക് ഒരിക്കലും നമ്മൾ, അതായത് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നമ്മൾ കുടുംബജീവിതം നയിക്കരുത് എന്ന് പറയുന്നില്ല. ഇതെല്ലാം തന്നെ അവരവരുടെ മനസ്സിലെ ഒരു തോന്നലുകൾ കാരണമാണ്. ഹനുമാൻ സ്വാമിയെ വഴിപാട് ചെയ്താൽ എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വരുന്നത് മുഖാന്തരമാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ബജ്രംഗ് ബലി എന്നുള്ള നാമത്തിന് എത്രമാത്രം പ്രാധാന്യമാണോ ഉള്ളത് അതേ പ്രാധാന്യം തന്നെയാണ് നമുക്ക് ജയ് ശ്രീരാം എന്ന് പറയുന്നതിലൂടെയും ലഭിക്കുന്നത്. ജയ് ശ്രീരാം എന്ന് പറയുന്നതിലൂടെ രാമഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായും വന്നു ചേരുന്നതായിരിക്കും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടണമെന്നുള്ളവർ ഇന്നു രാത്രി 12 മണിക്കുള്ളിൽ 21 തവണയെങ്കിലും നിങ്ങൾ ബജ്രംഗ് ബലി എന്നുള്ള നാമമോ അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്നുള്ള നാമമോ ചൊല്ലാവുന്നതാണ്. ഇനി നമുക്ക് സമയമുണ്ട് എന്നിരിക്കട്ടെ, നമ്മൾ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. അതുപോലെ തന്നെ 21 വെറ്റില മാല കോർത്ത് ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നമ്മൾ വൈകുന്നേരമാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നിരിക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം എന്ന് നിങ്ങൾക്ക് വളരെ
വളരെയധികം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്ത് അതിനെ കട്ട് ചെയ്ത് അതിൽ നമുക്ക് ശ്രീരാമജയം എന്നുള്ളത് 108 തവണ എഴുതി ഒരു മാലയായി കെട്ടി നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം. അതുമല്ലെങ്കിൽ ശ്രീരാമ ഭഗവാന്റെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ്. സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ബജ്രംഗ് ബലി ബജ്രംഗ് ബലി ബജ്രംഗ് ബലി എന്ന് ചൊല്ലുക. യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളൊന്നും തന്നെ നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. നോൺ വെജ് കഴിച്ചിട്ട് ഞങ്ങൾ ബജ്രംഗ് ബലി ചൊല്ലാമോ എന്ന് ചോദിക്കരുത്. അതുപോലെ തന്നെ പീരിയഡ് സമയത്ത് ചൊല്ലാമോ എന്ന് ചോദിക്കരുത്. നമ്മുടെ മനസ്സിലെ ഭക്തി മുഖാന്തരം നമുക്ക് ബജ്രംഗ് ബലി എന്നുള്ള ഈ ഒരു നാമം മാത്രം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഏതൊരു സമയത്തും ധൈര്യത്തിനു വേണ്ടിയും വീരത്തിനു വേണ്ടിയും നമ്മുടെ കാര്യം എടുത്ത കാര്യം വിജയത്തിനു വേണ്ടിയും നമ്മൾ തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ വേണ്ടിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രധാനമായും നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്, എപ്പോഴും തടസ്സം വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യം നിറവേറി കിട്ടാനുമായും നിങ്ങൾ ബജ്രംഗ് ബലി എന്നുള്ള ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. 21 തവണ തന്നെ ചൊല്ലണമെന്നില്ല. നിങ്ങൾക്ക് 108 1008 തവണയോ എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം. അതുപോലെ തന്നെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുമ്പോൾ എഴുതുന്ന ആ ഒരു നോട്ട് പുസ്തകത്തിൽ നിങ്ങൾക്ക് ബജ്രംഗ് ബലി എന്നുള്ള ആ ഒരു നാമം നിങ്ങൾക്ക് 108 തവണ എഴുതാവുന്നതാണ്. ഇതും വളരെ നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഹനുമാൻ ജയന്തി മറക്കാതെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ഒരു നാമം ചൊല്ലുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.